ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മസാല ബോണ്ടയുടെ റെസിപ്പിയുമായിട്ടാണ്. അതായത് നമ്മുടെ പൊട്ടാറ്റോ ബോണ്ട. അതിനായിട്ട് 1 കപ്പ് അളവിൽ കടലമാവ്, 1/2 കപ്പ് മൈദ മാവ്, 2 ടീസ്പൂൺ അരിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 നുള്ളു കായപ്പൊടി, 1 നുള്ളു ബേക്കിംഗ് സോഡ, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. മാവ് ഈ രൂപത്തിലാണ് വേണ്ടത്. ഒരുപാട് കട്ടി കൂടാനും പാടില്ല, ഒരുപാട് ലൂസാവാനും പാടില്ല. ഞാനിവിടെ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള ഒന്ന് വഴന്നു വരുമ്പോൾ നമുക്കിതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള വഴന്നു വന്നിട്ടുണ്ട്. ഇത് ബ്രൗൺ കളറാവേണ്ട ആവശ്യമൊന്നുമില്ല, ഇത്രക്ക് മതിയാവും. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എരിവിന് ആവശ്യമായിട്ടുള്ള അത്രയും ചേർക്കണം, കാരണം നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല. 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തതിന് ശേഷം പൊടിച്ചെടുത്തതാണ്. അതിനായിട്ട് ഞാൻ മീഡിയം സൈസിലുള്ള 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഓരോരോ ബോൾസ് ആക്കി എടുക്കാം. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒരു ഭാഗമായി വന്നിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇതായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.